ഇപ്പോൾ ഒത്തിരി ദിവസമായി ഞാനൊരു കുക്കിംഗ് വീഡിയോ വന്നിട്ട് അപ്പോൾ നമുക്കിന്നൊരു ചൂരമീൻ കറി വയ്ക്കുന്നത് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ മീനൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, 2 കഷ്ണം പച്ചമുളക്, 2 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ചെറിയ ഇഞ്ചി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇതിലെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് മീനിന് ആവശ്യമായ തേങ്ങ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചൂടാക്കിയതും കൂടി ഇട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മീൻ തയ്യാറാക്കാൻ വേണ്ടി പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നിന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീനിന് ആവശ്യമായ പുളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുരിങ്ങക്കായും തക്കാളിക്കയും പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മുരിങ്ങക്കായും തക്കാളിക്കയും പച്ചമുളകും ഇട്ട് നല്ല അടിപൊളി മീൻ കറിയാണ്. ഇപ്പോൾ അടിപൊളിയുടെ ചൂര മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.